പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും കോടാനുകോടി ജീവാണുക്കളാൽ സമ്പുഷ്ടമായതുമായ ജീവാമൃതം തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടി നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മമൂലകങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെല്ലാം ഈ നമ്മുടെ ഈ എന്താ പറയുക ഈ മഹത്തായ ഈ ജൈവ വളത്തിൽ പെട്ടിട്ടുണ്ട്. പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും അതുപോലെ തന്നെ ദീർഘകാല വിളകൾക്കും ഹ്രസ്വകാല വിളകൾക്കും ഒക്കെ അനുയോജ്യമാണ് നമ്മുടെ ഈ ജീവാമൃതം. തയ്യാറാക്കി വെച്ചിരുന്ന ജീവാമൃതം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതെല്ലാ ദിവസവും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരവും. ഇത് 3 മുതൽ 5 ദിവസം വരെ ഇരുന്നാൽ മതി. ഇതിപ്പോൾ ഒരു 2 ദിവസം കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതാ നോക്കിയ നല്ല കളർ തന്നെ കണ്ടില്ലേ. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കുറച്ചെടുക്കണം. അതായത് ഇത് 100 ലിറ്റർ പിന്നെ ജീവാമൃതം ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ പറമ്പിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ ഞാനിത് പ്രയോഗിക്കുന്നുണ്ട്. ഇത് 2-2.5 മണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ 1 ലിറ്റർ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം. ഈ ബക്കറ്റ് 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അത് ബാക്കി അതിനെ നിറച്ച് 9 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെടികൾക്കും പിന്നെ നമ്മുടെ പറമ്പിൽ മൊത്തം ഇത് ഒന്ന് തളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് ഇത് പോയി പ്രവർത്തിച്ചിട്ട് നമ്മുടെ മണ്ണിരകളൊക്കെ 10 താഴ്ചയിൽ നിന്നും മുകളിലേക്ക് വന്നിട്ട് ഇത് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അത് മുകളിൽ വന്ന് മേൽമണ്ണിൽ വന്ന് കാഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മണ്ണ് നല്ല സമ്പുഷ്ടമാകും. കണ്ടോ, ഇത് ഇത്രയും നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വകഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചൂടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട്. ഇത് പറമ്പിൽ മൊത്തം ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരല്പം അകലത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരം നമ്മുടെ കടപ്ലാവാണ്. കടപ്ലാവൊക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് റൊളീനിയ ഫ്രൂട്ട് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് നിറയെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെയും ചുവടൊന്ന് ജസ്റ്റ് വകഞ്ഞിട്ടുണ്ട്. പിന്നെ ടെറസിലാണ് പച്ചക്കറികളൊക്കെ, അതായത് നമ്മുടെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്, പിന്നെ ഗ്രോ ബാഗിലൊക്കെ. അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അല്പം ചുവട്ടിൽ നിന്ന് മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ പറമ്പിൽ നട്ടിരിക്കുന്നതിനാണെങ്കിലും നമ്മുടെ പോട്ടിൽ നട്ടിരിക്കുന്നതിനാണെങ്കിലും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇത് നല്ല വിളവ് തരും. അതുകൂടാതെ അധികം രോഗങ്ങളൊന്നും വരാതെ ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കുറച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് അളവിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതി. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ 100 ലിറ്ററൊക്കെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ചാണകവും ഗോമൂത്രവും ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു മുടക്കുമില്ല. ആകെപ്പാടെ പിന്നെ നമുക്ക് വേണ്ട ഇത്തിരി പയറുപൊടിയോ അല്ലെങ്കിൽ കടലയുടെ പൊടിയോ എന്തെങ്കിലും മതി. മുതിരയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ. മാംഗോസ്റ്റിനൊക്കെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ, ആദ്യമായിട്ട് പൂത്തതാണ്. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിലൊരിക്കൽ തന്നെ ചെയ്തു കൊടുത്താൽ നമുക്ക് പിന്നെ വേറെ ഒരു വളവും നമുക്ക് പറമ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല. രാസവളം ഒന്നും മേടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇതൊക്കെ നിറയെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുള്ളായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.